നെക്സ്റ്റ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീരീസിന്റെ ഒരു ആദ്യത്തെ ടേം പോസിറ്റീവ് ആണെങ്കിൽ അടുത്തത് നെഗറ്റീവ്, അടുത്തത് പോസിറ്റീവ്, ഇങ്ങനെയാണെങ്കിൽ ആ സീരീസിനെ ഓൾട്ടർനേറ്റിംഗ് സീരീസ് പറയും. ഇതിനെ ഡിനോട്ട് ചെയ്യുക സമ്മേഷൻ -1 ഹോൾ റേസ് ടു n where n is equal to 1 to infinity, അല്ലെങ്കിൽ summation n equal to 1 to infinity -1 raised to n minus 1 an. ഇത് അല്ലെങ്കിൽ ഇതിനെയാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് പറയാ. ഓൾട്ടർനേറ്റിംഗ് സീരീസിന്റെ കൺവെർജൻസിനെ കുറിച്ചാണ് ചോദിക്കുക. അതിനൊരു ടെസ്റ്റ് ഉണ്ട്, അതിന്റെ പേര് ലെബനീസ് ടെസ്റ്റ് എന്നാണ്. ലെബനീസ് ടെസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീരീസിന്റെ ഈ ഇതിലത്തെ -1 ഹോൾ റേസ് ടു n ഒഴിച്ചുള്ള ഈ പാർട്ടില്ലേ an, ആ an-ഉം an+1 എടുത്തിട്ടുണ്ടെങ്കിൽ an ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു an+1 ആയിരിക്കണം. അതായത് ഈ സീരീസിലെ ടേംസ് ഡിക്രീസിങ് ആയിരിക്കണം. an greater than or equal to an+1 ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ ലിമിറ്റ് n tends to infinity an 0 ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സീരീസ് സിഗ്മ n equal to -1 to infinity -1 whole raised to n an കൺവേർട്ട് ചെയ്യുന്നു പറയും. സോ രണ്ട് മൂന്ന് സീരീസ് നോക്കാം. ഒരു സീരീസ് 1/1 raised to p -1/2 raised to p etc. ആണ്. That is the series sigma -1 whole raised to n by n raised to p. ഇത് കൺവെർജന്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ കണ്ടീഷൻ നോക്കുക. ലിമിറ്റ് n tends to infinity an എന്താ വരിക? ലിമിറ്റ് n tends to infinity 1/n raised to p. n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഇത് 1/infinity ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി an ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു an+1 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് രണ്ട് മെത്തേഡ് ചെയ്യാം. ഒന്നുകിൽ an/an+1, ഇത് എന്തായാൽ മതി, തിരിച്ചെടുത്താൽ മതി. an+1/an എടുക്കാം. an+1/an ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അല്ലെങ്കിൽ മറ്റൊരു കണ്ടീഷൻ എന്താ വെച്ചാൽ an - an+1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഇങ്ങനെ പ്രൂവ് ചെയ്താലും മതി. സോ ഇവിടെ എളുപ്പം an+1/an എടുക്കുന്നതാണ്. സോ an+1/an എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/n+1 raised to p ഡിവൈഡഡ് ബൈ 1/n raised to p. സോ n raised to p പുറത്തേക്ക് വരും. ഇവിടുന്ന് n raised to p പുറത്തേക്ക് എടുക്കുക. സോ 1 + 1/n ഹോൾ raised to p. n raised to p യും n raised to p യും കട്ട് ചെയ്തു. n-ന് ഇനി ലിമിറ്റ് n tends this is 1/1 + 1/n ഹോൾ raised to p. ഇത് മുകളിൽ 1 ആണ്, താഴെ 1-നേക്കാളും കൂടുതലാണ്. 1 + 1/n ഹോൾ raised to p ആണ്. അപ്പം 1-നേക്കാളും കൂടുതലാണ്. സോ 1/1-നേക്കാളും കൂടുതലുള്ള കാര്യം എന്തായാലും സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? an+1 is less than n ഭാഗത്തേക്ക് കൊണ്ടുവന്ന an+1 is less than n. ദാറ്റ് ഈസ് ഈ കണ്ടീഷനും ഉണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഈ സീരീസ് കൺവേർട്ട് ചെയ്യുന്ന പറയാൻ പറ്റും where p is greater than 0 ആകുന്ന സമയത്ത്. ഇനി ഒരു മറ്റൊരു കണ്ടീഷൻ ഉള്ളത് എന്താന്ന് വെച്ചാല്, മറ്റൊരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് അബ്സല്യൂട്ട് കൺവെർജൻസും കണ്ടീഷണൽ കൺവെർജൻസും. അബ്സല്യൂട്ട് കൺവെർജൻസും കണ്ടീഷണൽ കൺവെർജൻസും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അബ്സല്യൂട്ട് കൺവെർജൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ മോഡ് an സീരീസ് സിഗ്മ an തന്നു കഴിഞ്ഞാൽ അതിന്റെ ഓരോ ടേമും പോസിറ്റീവ് ആക്കിയിട്ട് എടുക്കുക. അതായത് ഇപ്പം 1 - 1/2 + 1/3 -1/4 -1/5 പ്ലസ് എക്സെട്ര, ഇങ്ങനെ ഒരു സീരീസ് ആണെങ്കിൽ ഇതിന്റെ ഒക്കെ പോസിറ്റീവ് ടേംസ് എടുക്കുക. അതായത് 1 + 1/2 + 1/3 + 1/4 പ്ലസ് എല്ലാത്തിനെയും പോസിറ്റീവ് ആക്കുക. ആ സീരീസ് കൺവെർജന്റ് ആണെങ്കിൽ നമ്മൾ പറയും സീരീസ് summation an is absolutely convergent എന്ന് പറയും.
സമ്മേഷൻ മോഡ് an കൺവെർജന്റ് ആണെങ്കിൽ നമ്മൾ പറയും സീരീസ് an ഈസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ്. കണ്ടീഷണൽ കൺവെർജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ an കൺവെർജന്റ് ആയിരിക്കണം, സിഗ്മ മോഡ് an ഡൈവേർജന്റ് ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും കണ്ടീഷണലി സിഗ്മ an ഈസ് കണ്ടീഷണലി കൺവെർജന്റ്. ഇവിടെ സിഗ്മ മോഡ് an മറ്റൊരു തിയറം ഉണ്ട്, സിഗ്മ മോഡ് an കൺവെർജന്റ് ആണെങ്കിൽ സിഗ്മ anഉം കൺവെർജന്റ് ആയിരിക്കും. അപ്പൊ അബ്സല്യൂട്ട് കൺവെർജൻസിൽ സിഗ്മ മോഡ് anഉം സിഗ്മ anഉം കൺവെർജന്റ് ആയിരിക്കും. കണ്ടീഷണൽ കൺവെർജന്റിൽ സിഗ്മ an കൺവെർജന്റ് ആയിരിക്കും, ബട്ട് സിഗ്മ മോഡ് an ഈസ് ഡൈവേർജന്റ് ആയിരിക്കും. ഇവിടെ സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity -1 whole raised to n 2n by 4n minus 1. ഇതിന്റെ കൺവെർജൻസ് ഇതിന്റെ കൺവെർജൻസ് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. അതായത് ഇത് കൺവെർജ് ചെയ്യുന്നുണ്ടോ ഡൈവേർജ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണം. ഇവിടെ -1 whole raised to n കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ലെബ്നിസ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കലാണ്. സോ ലെബ്നിസ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ ഒരു കണ്ടീഷൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an 0 കിട്ടണം. സോ ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്താണ് 2n by 4n minus 1 ആണ്. ഇവിടെ 4n n പുറത്തേക്ക് എടുക്കുക. n പുറത്തേക്ക് എടുത്താൽ this is equal to 4 minus 1 by n കിട്ടും. n കട്ട് ചെയ്തു. n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1 by infinity 0 കിട്ടും. That is 2 by 4 minus 0, that is equal to 1 by 2. It is not equal to 0. അപ്പൊ നമുക്ക് ഇവിടെ ലെബ്നിസ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി -1 whole raised to n 2n by 4n minus 1 കണ്ടുനോക്കുക. അതായത് നമുക്ക് ഒരു ഡൈവേർജന്റ് ടെസ്റ്റ് ഉണ്ട്. ഡൈവേർജന്റ് ടെസ്റ്റ് എന്താ പറയുന്നത്, an നോട്ട് കൺവെർജസ് ടു 0 ആണെങ്കിൽ അത് ഡൈവേർജന്റ് ആയിരിക്കുന്നു. ഇത് എന്താ വരുന്നത്, 0ലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പാണ്. സോ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ സീരീസ് ഡൈവേർജസ്. ഓക്കെ, അടുത്തത് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity -1 whole raised to n minus 1 3n by 4n square minus 1. ഇവിടെ നമ്മൾ -1 whole raised to n minus 1 കാണുമ്പോൾ മനസ്സിലാക്കുക ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. സോ ലെബനിസ് ടെസ്റ്റ് അപ്ലൈ ചെയ്യണം. സോ ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ആണ്. ദാറ്റ് ഈസ് 3n by 4n സ്ക്വയറിൽ n സ്ക്വയർ പുറത്തേക്ക് എടുക്കുക. ദാറ്റ് ഈസ് 4 minus 1 by n സ്ക്വയർ. ഒരു n കട്ട് ചെയ്തു. സോ 3 by n വരും. 3 by infinity 0 കിട്ടും. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ശരിയാണ്. ഇനി an ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു an പ്ലസ് 1 കിട്ടണം. സോ an ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു an പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എഫ് ഓഫ് എക്സ് എന്ന് എടുക്കുന്നു. ഇതിനെ 3x by ax an ഇങ്ങനെ എടുക്കുന്നു. എന്നിട്ട് ഇത് ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്താൽ പോരെ. നമുക്ക് വേണ്ടത് an ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു an പ്ലസ് 1 എന്നാണ്. ദാറ്റ് മീൻസ് an ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ. അതിനൊരു ഫംഗ്ഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷന് നമ്മൾ എക്സ് ആണ് ഇട്ട്, അതുകൊണ്ടാണ് എക്സ് ഇട്ട് n ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. സോ ഈ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ശരിയായി. സോ ഒരു ഫംഗ്ഷൻ ഡിക്രീസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കും, എന്നിട്ട് അത് ലെസ് ദാൻ 0 ആണെന്ന് കാണിക്കും. f'(x) ലെസ് ദാൻ 0 ആണെങ്കിൽ ദി ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ് നമുക്ക് കിട്ടും. സോ ഇവിടെ f'(x) കണ്ടുപിടിക്കുന്നു. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. ഇൻറ്റു 3 മൈനസ് 3x ഇൻറ്റു 8x ബൈ 4x സ്ക്വയർ മൈനസ് 1 ദി ഹോൾ സ്ക്വയർ. മുകളിൽ 4 into 3 12x സ്ക്വയർ മൈനസ് 3 മൈനസ് 24x സ്ക്വയർ. 12x സ്ക്വയർ മൈനസ് 24x സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 3 പ്ലസ് 12x സ്ക്വയർ ഇങ്ങനെ കിട്ടും. ഇത് ഒരു ഹോൾ സ്ക്വയർ ആണ്. ഇത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. 12x സ്ക്വയർ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അതിനോട് +3 ആഡ് ചെയ്താൽ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. സോ ഇവിടെ ഒരു -1 മൈനസ് ഉള്ളത് കൊണ്ട് ഇത് ലെസ് ദാൻ
0 ആയിരിക്കും. സോ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണ്. സോ ഈ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എ എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എൻ പ്ലസ് 1. സോ നമുക്ക് എന്ത് പറയാം, ബൈ ലെബനിസ് ടെസ്റ്റ് ദിസ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവെർജസ്. ഓക്കെ, ഇവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് തന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഓൾട്ടർനേറ്റും മൈനസും പ്ലസും ആണ് ഉള്ളത്. സോ ഇതിന് എന്ത് ടേം ഇങ്ങനെ എഴുതാം, സമ്മേഷൻ എക്സ് റേസ് ടു, ഇത് മുകളിൽ 1 2 3, അപ്പൊ എക്സ് റേസ് ടു എൻ ബൈ താഴെ 1 പ്ലസ് എല്ലാ സ്ഥലത്തും ഉണ്ട്, എക്സ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ്, സോ 1 പ്ലസ് എക്സ് റേസ് ടു എൻ. സോ പിന്നെ -1 ഹോൾ റേസ് ടു എൻ. സോ ഇതിന്റെ ഫസ്റ്റ് തന്നെ ലെബനീസ് ടെസ്റ്റിലെ കണ്ടീഷൻസ് നോക്കണം. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം എക്സ് റേസ് ടു എൻ ബൈ 1 പ്ലസ് എക്സ് റേസ് ടു എൻ. ഇതിൽ നിന്ന് എക്സ് റേസ് ടു എൻ പുറത്തേക്ക് എടുക്കുന്നു. എക്സ് റേസ് ടു എൻ പുറത്തേക്ക് എടുത്താൽ എന്താവും, 1 പ്ലസ് 1 ബൈ എക്സ് റേസ് ടു എൻ ആവും. എക്സ് റേസ് ടു എന്നും എക്സ് റേസ് ടു എന്നും കട്ട് ചെയ്യുന്നു. n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് 1 ബൈ എക്സ് റേസ് ടു ഇൻഫിനിറ്റി, 1 ബൈ ഇൻഫിനിറ്റി ദാറ്റ് ഈസ് 0, 1 ബൈ 1 പ്ലസ് എക്സ് റേസ് ടു എൻ ബൈ 1 പ്ലസ് എക്സ് റേസ് ടു. ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യണ്ട കേട്ടോ, ഇതിനെ എല്ലാതും തന്നെ എടുത്താൽ മതി. എക്സ് റേസ് ടു എൻ ബൈ 1 പ്ലസ് എക്സ് റേസ് ടു എൻ, ഇതെന്താണ്, ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്. സോ ഇത് ഇൻഫിനിറ്റിയിലേക്ക്, ഇത് ഇൻഫിനിറ്റിയിലേക്ക്. സോ this goes to 0 എന്ന് പറയാം. സോ നമുക്ക് വേണ്ടത് എ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എൻ പ്ലസ് 1 ആണ് വേണ്ടത്. അതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എ എൻ മൈനസ് എ എൻ പ്ലസ് 1 കാണുന്നു, എന്നിട്ട് അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യും. സോ ഇവിടെ എ എൻ മൈനസ് എ എൻ പ്ലസ് 1, എ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ ബൈ 1 പ്ലസ് എക്സ് റേസ് ടു എൻ മൈനസ് എ എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ 1 പ്ലസ് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ രണ്ടിലും കോമൺ ഉണ്ട്, അത് പുറത്തേക്ക് എടുക്കുക. 1 ബൈ 1 പ്ലസ് എക്സ് റേസ് ടു എൻ മൈനസ് ഇവിടെ ഒരു എക്സ് റേസ് ടു എൻ പോയാൽ ബാക്കി ഒരു എക്സ് ഉണ്ട്, എക്സ് ബൈ 1 പ്ലസ് എക്സ് റേസ് ടു എൻ പ്ലസ് 1 that is equal to x raised to n into 1 plus x raised to n into 1 plus x raised to n into ഇതിനെ എങ്ങനെ എഴുതാം, x raised to n into 1 plus x raised to n into 1 plus x raised to n plus 1 cross multiply ചെയ്യാം. So 1 plus x raised to n plus 1 minus x into 1 plus x raised to n. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. x raised to n into 1 plus x raised to n plus 1 minus x minus x raised to n plus 1. So minus x raised to n plus 1 plus x raised to n plus 1 പോയി. That means this is equal to x raised to n into 1 minus x divided by 1 plus x raised to n into 1 plus x raised to n plus 1. ഇതില് എക്സിന്റെ വാല്യൂ 0ന്റെയും 1ന്റെയും ഇടയ്ക്കാണ് തന്നിട്ടുണ്ട്. സോ 1 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, എക്സ് റേസ് ടു എൻ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, 1 പ്ലസ് എക്സ് റേസ് ടു എൻ 1 പ്ലസ് ഇതൊക്കെ ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് കണ്ടീഷൻ കിട്ടും, ഈ കണ്ടീഷൻ കിട്ടും. സോ രണ്ട് കണ്ടീഷൻ കൂടിയാകുമ്പോൾ ബൈ ലെബനിസ് തിയറം ദിസ് സീരീസ് കൺവെർജസ്. ഇവിടെ ഈ ഒരു കാര്യം കൂടി ക്ലിയർ ആക്കാണ്ടായിരുന്നു. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു എൻ ബൈ 1 പ്ലസ് എക്സ് റേസ് ടു എൻ. ഇവിടെ എക്സ് 0ന്റെയും 1ന്റെയും ഇടയ്ക്കുള്ള ക്വാണ്ടിറ്റിയാണ്. 0ന്റെയും 1ന്റെയും ഇടയ്ക്കുള്ള ക്വാണ്ടിറ്റി ആണെങ്കിൽ ഈ എക്സ് റേസ് ടു എൻ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഇത് എങ്ങോട്ട് പോകും, ഇത് 0യിലേക്ക് പോകും. ഇത് 0, ഇതും 0യിലേക്ക് പോകും. അപ്പൊ 0 ബൈ 1 പ്ലസ് 0 0 എന്ന് കിട്ടും. അതായിരുന്നു അവിടുത്തെ എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇവിടെ ഈ തന്നിരിക്കുന്ന സീരീസുകള് കണ്ടീഷണലി കൺവെർജന്റ് ആണോ, അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണോ, കൺവെർജന്റ് ആണോ, അല്ലെങ്കിൽ ഡൈവേർജന്റ് ആണോ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ സീരീസ് എടുത്തിട്ടുണ്ടെങ്കിൽ
ഇതില് absolute convergence എന്ന് പറഞ്ഞാൽ എന്താ summation mod an ആണ്. mod a എന്ന് പറഞ്ഞാൽ എല്ലാ നെഗറ്റീവ് സൈനും പോസിറ്റീവ് ആക്കും. സോ ഈ സീരീസ് എന്തായി മാറും? summation n raised to 2/3 ആവും. ബട്ട് ദിസ് ഇസ് ഇതെന്താ പി സീരീസ് ആണ്. summation 1/n raised to p ആണ്. പിന്റെ വാല്യൂ 2/3 ആണ്. 2/3 ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1 ആണെങ്കിൽ ഇത് ഡൈവേർജന്റ് ആണ്. അപ്പൊ സമ്മേഷൻ മോഡ് ചെയ്യാൻ ഡൈവർജന്റ് ആണ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് അബ്സല്യൂട്ട്ലി കൺവർജന്റ് അല്ല എന്ന് ഉറപ്പായി. ഇനി നോക്കേണ്ടത് ഇത് കണ്ടീഷണലി കൺവർജന്റ് ആണോ എന്നാണ്. കണ്ടീഷണലി കൺവർജന്റ് ആണെങ്കിൽ സമ്മേഷൻ an കൺവർജന്റ് ആയിരിക്കണം. സമ്മേഷൻ an കൺവർജന്റ് ആണെങ്കിൽ നമുക്ക് പറയാം ഇത് കണ്ടീഷണലി കൺവർജന്റ് ആണ് എന്ന്. സമ്മേഷൻ an കൺവർജന്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സമ്മേഷൻ ഇത് എന്ത് സീരീസ് ആണ്? ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. സോ ഇതിന്റെ കൺവർജൻസ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലെബ്നിസ് ടെസ്റ്റ് അപ്ലൈ ചെയ്യണം. ലെബ്നിസ് ടെസ്റ്റ് എന്താ പറയുന്നത്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an 0 ആയിരിക്കണം. ദാറ്റ് ഈസ് n raised to 2/3. ഇതെന്താ വരിക? n ന് ഇൻഫിനിറ്റി കൊടുത്താൽ ഇത് 1/∞ 0 വരും. സോ ആദ്യത്തെ കണ്ടീഷൻ ശരിയായി. പിന്നെ വരേണ്ടത് un ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു un പ്ലസ് 1 ആണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ un+1 എടുക്കുന്നു. un+1 എന്ന് പറഞ്ഞാൽ 1/n+1 ഹോൾ റേസ് ടു 2/3 ആണ്. നമുക്കറിയാം 1/n raised to 2/3 ഏതാണ് ഇതിൽ വലുത്? ഇത് എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ ഒരു +1 കൂടി ആഡ് ചെയ്തു. അതായത് ഇത് വലുതായി. ഇത് വലുതാവുമ്പം മൊത്തത്തിൽ എന്താവും? ചെറുതാവും. താഴത്തത് വലുതാവുമ്പോൾ ഫുള്ളുള്ളത് എന്താവും? ചെറുതാകും. സോ ദിസ് ഈസ് ലെസ് ദാൻ. ബട്ട് 1/n raised to 2/3 എന്ന് പറഞ്ഞാൽ un ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? un+1 ലെസ് ദാൻ un കിട്ടി. സോ ഡിക്രീസിങ് ആണ് എന്ന് കിട്ടി. ഡിക്രീസിങ് ആണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 0 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബൈ ലെബ്നിസ് ടെസ്റ്റ് ദിസ് കൺവർജസ്. സോ സമ്മേഷൻ മോഡ് an ഡൈവർജന്റ്, summation an converges. So it is conditionally convergent. Okay. അടുത്ത പ്രോബ്ലം sigma n equal to 1 to infinity sin 2n by root n. അപ്പോൾ ഫസ്റ്റ് തന്നെ സമ്മേഷൻ മോഡ് an എന്താണ് നോക്കാം. സമ്മേഷൻ മോഡ് a എന്ന് പറഞ്ഞാൽ സമ്മേഷൻ മോഡ് sin 2n by n സ്ക്വയർ. മോഡ് സൈൻ 2n സൈൻ തീറ്റന്റെ വാല്യൂ മോഡ് സൈൻ തീറ്റ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് എഴുതാം ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ 1/n സ്ക്വയർ എന്ന് എഴുതാം. സോ സമ്മേഷൻ മോഡ് 1/n സ്ക്വയർ എന്താണ്? സമ്മേഷൻ 1/n സ്ക്വയർ ഒരു പി സീരീസ് വിത്ത് p equal to 2 ആണ്. p equal to 2 ആണെങ്കിൽ ഇത് കൺവർജന്റ് ആണ്. ബൈ കമ്പാരിസൺ ടെസ്റ്റ് സമ്മേഷൻ മോഡ് an കൺവർജസ്. അപ്പൊ സമ്മേഷൻ മോഡ് an കൺവർജസ് കിട്ടി. സമ്മേഷൻ മോഡ് an കൺവർജസ് ആണെങ്കിൽ തിയറം വെച്ചിട്ട് സമ്മേഷൻ മോഡ് an കൺവർജന്റ് ഇംപ്ലൈസ് സമ്മേഷൻ an കൺവർജന്റ്. സോ ഇതെന്താണെന്ന് പറയാം? ഇത് അബ്സല്യൂട്ട്ലി കൺവർജന്റ് ആണെന്ന് പറയാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ സമ്മേഷൻ n equal to 1 to infinity -1 whole raised to n-1 by 2n-1. ഈ സീരീസ് കൺവർജന്റ് ആണോ, അബ്സല്യൂട്ട്ലി കൺവർജന്റ് ആണോ, കണ്ടീഷണലി കൺവർജന്റ് ആണോ? ഇതാണ് നമുക്ക് നോക്കേണ്ടത്. സോ ആദ്യം തന്നെ നമുക്ക് ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഈ സീരീസ് കൺവർജന്റ് ആകുമോ നോക്കാം. ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഇതിന്റെ nth ടേം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, nth ടേം an എന്താ? 1/2n-1. n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഇതെന്താവും? 1/∞ 0 ആകും. അപ്പൊ ആ കണ്ടീഷൻ ശരിയായി. ഇനി an എന്താ? an എന്ന് പറഞ്ഞാൽ 1/2n-1 ആണ്. an+1 എന്താ? 1/2 into n+1. 1/2 into n+1 minus 1. 2n plus 2 minus 1. That is 1/2n+1. നമുക്കറിയാം 1/2n-1 ആണോ 1/2n+1 ആണോ വലുത്? ഇതിനേക്ക് താഴെ ഡിനോമിനേറ്റർ വലുത് ഇതിന്റെയാണ്. സോ ന്യൂമറേറ്റർ വലുത് ഇതിന്റെ ആയിരിക്കും. സോ എന്ത് കിട്ടും? ഇതെന്താ? an ഗ്രേറ്റർ ദാൻ an+1. അപ്പൊ എന്ത് സാറ്റിസ്ഫൈ ചെയ്തു? ഡിക്രീസിങ് ആണെന്ന് സാറ്റിസ്ഫൈ ചെയ്തു. സോ ബൈ ലെബനിസ് തിയറം ദിസ് കൺവർജസ്. സോ സമ്മേഷൻ an കൺവർജന്റ് ആണെന്ന് കിട്ടി. ഇനി സമ്മേഷൻ മോഡ് an വേണം. സമ്മേഷൻ മോഡ് a എന്ന് പറഞ്ഞാൽ എന്താ? സമ്മേഷൻ 1/2
2n minus 1 ആണ്. ഇനി ഇതിന്റെ കൺവെർജൻസ് പറയണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ 1/n, ഇവിടെ താഴെ 2n ആണുള്ളത്, അതായത് n. സോ bn ചൂസ് ചെയ്യുക, സമ്മേഷൻ bn is equal to 1/n ചൂസ് ചെയ്യുക. സോ ലിമിറ്റ് n tends to infinity an by bn കാണുക. an by bn equal to limit n tends to infinity 1/2n minus 1 by 1/n. ഇപ്പൊ n മുകളിലേക്ക് പോരും. ഇതെന്താവും? n into 2 minus 1/n ആവും. n ഉം കട്ട് ചെയ്യും. n ന് ഇൻഫിനിറ്റി കൊടുത്താൽ 1/infinity 0 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 minus 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അതെന്താ? ഒരു ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ എന്ത് പറയാം? ഇത് സമ്മേഷൻ എനും സമ്മേഷൻ ബി എനും ഒരുപോലെ ബിഹേവ് ചെയ്യും. ബട്ട് സമ്മേഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? സമ്മേഷൻ 1/n ആണ്. സമ്മേഷൻ 1/n എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർമോണിക് സീരീസ് ആണ്. ഹാർമോണിക് സീരീസ് ഡൈവേർജന്റ് ആണ്. സോ ഇതും ഒരുപോലെ ബിഹേവ് ചെയ്യുന്ന പറഞ്ഞാൽ സമ്മേഷൻ an ഡൈവേർജന്റ് ആയിരിക്കും. ഈ കൺഫ്യൂഷൻ ആവരുത്. ഞാനിപ്പോൾ എടുത്ത an ഇതാണ്. സോ സമ്മേഷൻ മോഡ് an എങ്ങനെയാണ്? ഡൈവേർജന്റ് ആണ്. അപ്പോൾ സമ്മേഷൻ മോഡ് an ഡൈവേർജന്റ് ബട്ട് ദിസ് കൺവെർജന്റ്. അതായത് മോഡ് an ഡൈവേർജന്റ്, സമ്മേഷൻ an കൺവെർജന്റ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കണ്ടീഷണലി കൺവെർജന്റ് എന്ന് പറയാം. ഓക്കെ, ഈ ഒരു സീരീസിന്റെ കൺവെർജൻ നേരത്തെ ചെയ്ത പോലെ തന്നെ അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണോ കണ്ടീഷണലി കൺവെർജന്റ് ആണോ എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം ആണ്. സോ ഇവിടെ ഒരു റൂട്ട് n² + 1 മൈനസ് n ഉണ്ട്. ഇതിന് എന്താക്കിയ വെച്ചാൽ ഇതിനെ നിനക്ക് ഇങ്ങനെ റൂട്ട് n² എന്ന് പറഞ്ഞാൽ n ആണ്. സോ ഇങ്ങനെ മാറ്റി എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ റൂട്ടിന്റെ ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യണമെന്ന്. സോ ഇവിടെ അത് ചെയ്താൽ എന്ത് വരും? -1 whole raised to n root n² + 1 minus root n² into root n² + 1 plus root n² divided by root n² + 1 plus root n² എന്ന് പറഞ്ഞാൽ n. This is equal to summation -1 whole raised to n. ഇത് a plus b into a minus b ആണ്. So a² minus b² divided by root n² + 1 plus n. n² ഉം minus n² ഉം കട്ട് ചെയ്തു. ഇപ്പം ഇവിടെ 1/root n² + 1 plus n ഉണ്ട്. ഇത് എന്ത് ഇവിടെ -1 whole raised to n ഉള്ളത് കൊണ്ട് ഇത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. സോ നമുക്ക് ലെബനീസ് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ലിമിറ്റ് n tends to infinity 1/root n² + 1 plus n കാണണം. n² n ഒക്കെ താഴെയാണ് ഉള്ളത്. അപ്പം 1/infinity 0ലേക്ക് പോകും. സോ ആ കണ്ടീഷൻസ് ശരിയായി. അതുപോലെ തന്നെ an എന്ന് പറഞ്ഞാൽ 1/root n² + 1 plus n ആണ്. an + 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/root n + 1 the whole square plus 1 plus n + 1. ഇതാണ് നമ്മളെ an + 1. ഇതിലേതാ വലുത്? ഇവിടെയാണ്. ഇവിടത്തേനേക്കാളും വലുത് ഇവിടെയാണ്. ഇവിടുത്തെ ഡിനോമിനേറ്റർ ആണ്. സോ കംപ്ലീറ്റ് സാധനം ഏതായിരിക്കും വലുത്? ഇതായിരിക്കും വലുത്. കാരണം ഇവിടെ ഇതാണ് വലുത്. ഇത് വലുതാകുമ്പം ഈ 1/that ചെറുതായി പോകും. സോ ദിസ് ഈസ് an greater than an + 1. സോ ബൈ ലെബനീസ് ടെസ്റ്റ് നമുക്ക് എന്ത് പറയാം? സമ്മേഷൻ മോഡ് an കൺവെർജസ്. ഇനി കണ്ടീഷണലി സമ്മേഷൻ മോഡ് an കൺവെർജസ് ആണെന്ന് കിട്ടി. ഇനി ഇതിന്റെ മോഡുലസ് നോക്കണം. മോഡുലസ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് സമ്മേഷൻ മോഡ് an കൺവെർജന്റ് ആണോ ഡൈവർജന്റ് ആണോ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ an എന്താ ഇവിടെ? an ഈസ് ഈക്വൽ ടു 1/root n² + 1 plus n ആണ്. ഇവിടുന്ന് bn സെലക്ട് ചെയ്യണം. bn സെലക്ട് ചെയ്യുക എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ n² റൂട്ടിന്ന് n² പുറത്തെടുത്ത n വരും. ഇവിടെ n ഉണ്ട്, കോമൺ ആയിട്ട് എടുത്ത n ഉണ്ട്. സോ bn എങ്ങനെ ചൂസ് ചെയ്യാന്ന് വെച്ചാൽ 1/n ആയിട്ട് ചൂസ് ചെയ്യാം. ഇവിടുത്തെ ഇത് നോക്കിയിട്ടാണ് bn ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ ലിമിറ്റ് n tends to infinity an by bn കാണുക. an by bn കണ്ടിട്ടുണ്ടെങ്കിൽ 1/n
n സ്ക്വയർ പുറത്തേക്ക് എടുക്കുക. അപ്പൊ n ആകും റൂട്ട് 1 പ്ലസ് 1 ബൈ n സ്ക്വയർ പ്ലസ് 1 മുകളില് ബൈ 1 ബൈ n ആ n മുകളിലേക്ക് വരും. എന്നും എന്നും കട്ട് ചെയ്തു. n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇത് 1 പ്ലസ് 0 റൂട്ട് 1 പ്ലസ് 0 plus 1, that is 1 plus 1 2, that is equal to 1 by 2 greater than 0 ആണ്. So summation a നും summation b നും ഒരുപോലെ ബിഹേവ് ചെയ്യും. ബട്ട് summation 1 by n എന്ന് പറഞ്ഞാൽ എന്താ, ഹാർമോണിക് സീരീസ് ആണ്, അത് ഡൈവേർജന്റ് ആണ്. അത് ഡൈവേർജന്റ് ആണെങ്കിൽ summation a നും ഡൈവേർജന്റ്. summation a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ summation mod a n ആണ്. So summation mod a n ഡൈവേർജന്റ് കിട്ടി. ബട്ട് summation ഇവിടെ നമ്മൾ സമ്മേഷൻ എ എന്നിന്റെ കാര്യമാണ് പറഞ്ഞത്. കാരണം അല്ലേ, ലെബിനിറ്റ്സ് റൂൾ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത് സമ്മേഷൻ എ എൻ ആണ്, സമ്മേഷൻ എ എൻ കൺവെർജൻസ്. ഇവിടെ നമുക്ക് കിട്ടിയത് സമ്മേഷൻ മോഡ് എ എൻ ഡൈവേർജന്റ്. അപ്പൊ സമ്മേഷൻ മോഡ് എ എൻ ഡൈവേർജന്റ് സമ്മേഷൻ എ എൻ കൺവെർജന്റും ആണെങ്കിൽ ദിസ് ഈസ് കണ്ടീഷണലി കൺവെർജന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് രണ്ട് കാര്യങ്ങളാണ് റൂട്ട് ടെസ്റ്റും റേഷ്യോ ടെസ്റ്റും. റേഷ്യോ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ, ഈ സീരീസിന്റെ കൺവെർജൻസ്, അബ്സല്യൂട്ട് കൺവെർജൻസും ഡൈവർജൻസും പറയാനുള്ള ഒരു ടെസ്റ്റ് ആണ്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ an+1 ബൈ an കാണും. ഇതിന്റെ ലിമിറ്റ് കാണും n ടെൻസ് ടു ഇൻഫിനിറ്റിയില്. അപ്പൊ നമുക്കൊരു L കിട്ടിയാൽ ആ L ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവെർജസ് അബ്സല്യൂട്ട്ലി എന്ന് പറയും. ഇത് ഗ്രേറ്റർ ദാൻ 1 ഇൻഫിനിറ്റീവ് ആകാം, 1നേക്കാളും വലിയ ഏത് നമ്പറും ഇൻഫിനിറ്റീവ് ആയാല് ഡൈവർജന്റ് എന്ന് പറയാം. ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് ഒന്നും ഒരു കൺക്ലൂഷനിലും എത്താൻ പറ്റില്ല എന്നും പറയാം. ഇതാണ് റേഷ്യോ ടെസ്റ്റ്. അടുത്തത് റൂട്ട് ടെസ്റ്റ്. റൂട്ട് ടെസ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ എൻ റേസ് ടു 1 ബൈ n കാണുക. എ എൻ എടുക്കുക, എന്നിട്ട് റേസ് ടു 1 ബൈ n എടുക്കുക. ഇത് എപ്പോഴും ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ എ എന്നിന് പവർ n വരികയാണെങ്കിലാണ് ഈ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. സോ മോഡ് എ എൻ റേസ് ടു 1 ബൈ n ഈക്വൽ ടു ഒരു L കിട്ടും. ഇതേപോലെ തന്നെ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവെർജസ് അബ്സല്യൂട്ട്ലി, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവർജന്റ്, ഈക്വൽ ടു 1 ആണെങ്കിൽ ടെസ്റ്റിൽ നിന്ന് നമുക്ക് ഒരു റിസൾട്ടും കിട്ടില്ല. സോ ഇതിന്റെ പ്രോബ്ലം കൂടിയേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇവിടെ കൺവെർജൻസ് ടെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. കൺവെർജൻസ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ 2n ബൈ n റേസ് ടു 8 ആണ്. സോ ഇവിടെ റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുക, റൂട്ട് ടെസ്റ്റ് അല്ല റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുക. സോ an+1 ബൈ an എടുക്കുക. an+1 എന്ന് പറഞ്ഞാൽ 2n+1, എന്നിന്റെ സ്ഥാനത്ത് n+1 കൊടുക്കുക. n റേസ് ടു 8, n+1 റേസ് ടു 8 ഡിവൈഡഡ് ബൈ an. ഡിവൈഡ് ബൈ an എന്ന് പറഞ്ഞാൽ ഇതിനെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. n റേസ് ടു 8 ബൈ 2 റേസ് ടു n. ഇവിടെ ഒരു 2 റേസ് ടു n കട്ട് ചെയ്തു, ബാക്കി ഒരു 2 ഉണ്ട്. ഇവിടെ n റേസ് ടു 8 പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്താൽ 1 പ്ലസ് 1 ബൈ n ഹോൾ റേസ് ടു 8 വരും. n റേസ് ടു 8 ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോയി. ഇവിടെ n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ 1 ബൈ n 0ലേക്ക് പോകും. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ബൈ 1 പ്ലസ് 0 റേസ് ടു 8, ദാറ്റ് ഈസ് 2 ബൈ 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇത് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മളെ കൺക്ലൂഷൻ ഇത് ഡൈവേർജന്റ് ആണ്. അടുത്ത സമ്മേഷൻ 1 ബൈ n ഫാക്ടോറിയൽ. an+1 ബൈ an എടുക്കുക. 1 ബൈ n+1 ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ n+1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ബൈ n+1 എന്ന് വരും. 1 ബൈ n+1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പം ഇത് 1 ബൈ ഇൻഫിനിറ്റി 0 വരും. 0 ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1 ആയാൽ കൺവെർജന്റ് ആണ്. അടുത്തത് b റേസ് ടു n ബൈ n ഫാക്ടോറിയൽ. an+1 ബൈ an എടുക്കുക. b റേസ് ടു n+1 ബൈ n+1 ഫാക്ടോറിയൽ ഇൻറ്റു തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. b റേസ് ടു n ക്യാൻസൽ ആയി, ബാക്കി b.
n factorial n plus 1 factorial n plus 1 വരും. ലിമിറ്റ് n tends to infinity കൊടുത്താൽ 1 by infinity 0 വരും. ലെസ് ദാൻ 1 സോ കൺവർജന്റ്. ഇവിടെ ഈ സീരീസിന്റെ കൺവർജൻസ് സോ അഗെയിൻ റൂട്ട് ടെസ്റ്റ് എടുക്കുക. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 into 2 into 3 etc. into n by 3 into 5 into 7 etc. into 2n plus 1. So an plus 1 by an equal to an plus 1 എന്ന് പറഞ്ഞാൽ 1 into 2 into etc. n plus 1 divided by 3 into 5 into etc. 2n plus 3. ഇതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പം തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ബൈ 1 into 2 into etc. n. ഇതും ഇതും കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്തു. ബാക്കി എന്തുണ്ടാവും? n plus 1 ഉണ്ടാകും. ഇവിടെ 2n plus 3 ഉണ്ടാവും. n പുറത്തേക്ക് എടുക്കുക. 1 plus 1 by n. n പുറത്തേക്ക് എടുക്കുക. 2 plus 3 by n. n-ഉം n-ഉം കട്ട് ചെയ്തു. n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 1 by n 0ലേക്ക് പോയി, 3 by n 0ലേക്ക് പോയി. സോ 1 plus 0 1 by 2. 1 by 2 ലെസ് ദാൻ 1. സോ കൺവർജന്റ്. ഇവിടെ സമ്മേഷൻ 1 by n raised to n. ഇവിടെ n-ന് ഒരു പവർ n വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് റൂട്ട് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ലിമിറ്റ് n tends to infinity മോഡ് n raised to 1 by n. ഇത് കാണുക. സോ ലിമിറ്റ് n tends to infinity 1 by n raised to n ഹോൾ raised to 1 by n. അപ്പോൾ അത് n കട്ട് ചെയ്ത് ലിമിറ്റ് n tends to infinity 1 by n എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ലെസ് ദാൻ 1 ആണ്. 0 ലെസ് ദാൻ 1 ആണെങ്കിൽ നമ്മളെ കൺക്ലൂഷൻ കൺവർജന്റ് ആണ്. അടുത്തത് 2 raised to n by n square. ഇവിടെയും ഒരു പവറിൽ n വരുന്നുണ്ട്. സോ റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് n tends to infinity 2 raised to n by n square whole raised to 1 by n. That is equal to limit n tends to infinity 2 raised to n whole raised to 1 by n എന്ന് പറഞ്ഞാൽ 2 വരും. by n raised to 2 by n. ലിമിറ്റ് n tends to infinity n raised to 1 by n. n raised to 1 by n ന്റെ വാല്യൂ 1 ആണ്. ഇത് പഠിച്ചു വെക്കണേ. ലിമിറ്റ് n tends to infinity n raised to 1 by n ന്റെ വാല്യൂ 1 ആണ്. So this is equal to 2 by 1 square. That is equal to 2. 2 is greater than 1. So the given series is divergent. അടുത്തത് സമ്മേഷൻ n raised to n square by n plus 1 whole raised to n square. ഇവിടെയും പവർ വരുന്നത് n square ആണ്. n-ഓ n square ഒക്കെ പവർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂട്ട് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ n tends to infinity മോഡ് n raised to 1 by n. That is limit n tends to infinity n raised to n square by n plus 1 raised to n square whole raised to 1 by n. That is equal to limit n tends to infinity n raised to n square ഒരു n കട്ട് ചെയ്താൽ n raised to n എന്ന് വരും. by n plus 1 whole raised to n square ഒരു ഇത് കട്ട് ചെയ്താൽ n plus 1 whole raised to n എന്ന് വരും. ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ലിമിറ്റ് n tends to infinity n താഴെ മുകളിലും raised to n ഉണ്ട്. സോ അതിനെ ഒരുമിച്ച് എഴുതാം. n by n plus 1 whole raised to n. This is equal to limit n tends to infinity. ഇവിടെ n പുറത്തേക്ക് എടുത്താൽ 1 plus 1 by n ആവും. n-ഉം n-ഉം കട്ട് ചെയ്യാം. അപ്പം 1 by 1 plus 1 by n. 1 by 1 plus 1 by n whole raised to n. ഇത് ഈ താഴെ ഉള്ളത് e ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ 1 by e. 1 by e എന്ന് പറഞ്ഞാൽ 1 by 2.187 ആണ്. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ 1. സോ കൺവർജസ്. അടുത്തത് ഇവിടെയും പവറിൽ n വരുന്നുണ്ട്. സോ റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് n tends to infinity n root n minus 1 whole raised to n whole raised to 1 by n. അപ്പോൾ ഈ n-ഉം ഈ n-ഉം ക്യാൻസൽ ആയി. This is limit n tends to infinity n root n. ഇത് nth root of n ആണ്. അതായത് n raised to 1 by n ആണ്. n raised to 1 by n minus 1. Limit n tends to infinity n raised to 1 by n is 1. So 1 minus 1 equal to 0 less than 1. So by root test the series is convergent. So ഇത്രയാണ് റൂട്ട് ടെസ്റ്റിലുള്ളത്. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇതോടെ സെക്കൻഡ് മൊഡ്യൂളും കഴിഞ്ഞു.
ഇനി തേർഡ് മൊഡ്യൂളിൽ ഒരു പവർ സീരീസിനെ കുറിച്ച് പറയാനുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫോർത്ത് മൊഡ്യൂളിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അതും കൂടി ചെയ്തു തരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ.